വണ്ടി ഒന്ന് ഫോൾട്ടാക്കിയൊക്കെയാണ്. ഇപ്പോൾ വലിയൊരു മലയാണ് കാണുന്നത്. ഒരു വ്യൂ പോയിന്റ് നമ്മൾ കയറാൻ പോവാണ്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിക്കാണ് റൂട്ട്. അങ്ങനെയാണ് വരുന്നത്. കുറച്ചുള്ള ഞങ്ങൾ കുന്നംകുളത്തുനിന്ന് ഒരു 80 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അട്ടപ്പാടിയിലേക്ക്. നല്ലൊരു വ്യൂ പോയിന്റ് കണ്ട് ആ മല കയറാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി. നല്ല വെയിലാട്ടോ അവിടെ. 80 നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് 80. ആ കുന്നംകുളത്തുനിന്ന് 20 കിലോമീറ്റർ കൂടില്ലേ? 100 കിലോമീറ്റർ അല്ലേ? ആ 100 കിലോമീറ്റർ കുന്നംകുളത്തുനിന്ന്. വടക്കാഞ്ചേരിന്നാകുമ്പോൾ കൊട്ടുപാറ ആകുമ്പോൾ 80 കിലോമീറ്റർ. മണ്ണാർക്കാട് നിന്ന് ഒരു 40 കിലോമീറ്റർ അത്രേ ഉള്ളൂ. കുത്തിറിക്കല്ലേ? അതാ പോണു. അപ്പോൾ നമ്മൾ മല കയറാൻ പോകുന്നത് വ്യൂ പോയിന്റ് ഉണ്ട്. അത് കയറാൻ പോവുകയാണ്. റോഡ് പണി നടക്കുകയാണ്. അത് കാരണം വലിയ സുഖമില്ല. ഓഫ് റോഡാണ് വണ്ടി. പിന്നെ ഓഫ് റോഡ് വണ്ടി കാരണം കുഴപ്പമില്ല. ഓഫ് റോഡ് മൈൻഡ് ആയ കാരണം അടിപൊളി. സെക്യൂരിറ്റിൻ്റെ കോഴിക്കോളം സൈലന്റ് വാലി റോഡാണ്. വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി. കുറഞ്ഞൻ മാങ്ങ വെട്ടില്ല. ആപ്പിൾ എന്നല്ല, പൈനാപ്പിൾ എന്നല്ലോ. എൻ്റെ വേണ്ടേ? ഞാൻ പൈനാപ്പിൾ ഇന്നട്ടെ. നോക്കണോ ഞാൻ? ുമ്പോൾ ഞാൻ അവിടെ വെള്ളമുണ്ട്. പുഴ മഞ്ഞ് കൂടിയിട്ടാ. സൈലന്റ് വാലിക്ക് പോകുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റിൻ്റെ ഓഫീസ്. അപ്പോൾ ചോദിച്ചു നോക്ക്. അപ്പോൾ സർവീസ് ഇനി 1 മണി 1:30ക്കാണ് ഉള്ളത്. അപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബസ്സിലാകുമ്പോൾ എത്ര രൂപയുടെ? 500 രൂപ. ബസ്സിലാകുമ്പോൾ 600 രൂപയും വരും. ജീപ്പിലുണ്ടാകുമ്പോൾ 2250 രൂപ വരും. 6 പേര് മാക്സിമം പോകും. അപ്പോൾ റേറ്റ് കുറഞ്ഞ് വരും. അങ്ങനെ ഒരാൾക്ക് ഒരു 600 രൂപ, 2 ആൾക്കാകുമ്പോൾ 1200 രൂപ. പിന്നെ 1 മണിക്കാണ് ഉള്ളത്. നോക്കി നോക്കാം, പറ്റുമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ ഏതിലൊക്കെ നോക്കാം പോവാ. പട്ടപ്പാടിക്ക് വരുമ്പോൾ ബുക്ക് ചെയ്യാൻ മറക്കരുത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1 മണിയൊക്കെ എത്തിയാൽ ഇവിടെ എന്താ കഴിക്കാനുള്ള? ചോറുണ്ടല്ലോ ഇവിടെ. ചായ ഉണ്ടോ അവിടെ? വെള്ളം തോന്നില്ല. വന്നിട്ട് കഴിക്കുക. പിന്നെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. അപ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി. നല്ല കോടമഞ്ഞുണ്ട്. ഇപ്പോൾ ചെറിയൊരു പുഴ. അട്ടപ്പാടിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാലാണ് ഇത് കാണുക. ജസ്റ്റ് അങ്ങോട്ട് പോകാനൊക്കെ പറ്റും നമുക്ക്. നമ്മൾ 100 കിലോമീറ്റർ താണ്ടി ഇത് കാണാനാണ്. എന്താ പ്ലേസ്? ഇറങ്ങി പോവാ.
ഇഷ്ടംപോലെ പുഴയുണ്ടല്ലോ. സമയം 12 മണിയായി. പേടിക്കണ്ടേ, പിന്നെ പാമ്പൊന്നും കടിക്കില്ല. വണ്ടിയും വരുന്ന കാലം വേദന എടുക്കണം. ഇവിടെ ഒരു പുഴയുണ്ട് ഗായ്സ്. അപ്പോൾ പുഴയൊക്കെയാണ് പോകുന്നത്. ഇനി കുറച്ച് നമുക്ക് പ്രകൃതി ഒന്ന് ആസ്വദിക്കാം. കുറേ നാളായില്ല ടൗണും ബസ് സ്റ്റാൻഡും അങ്ങനെയൊക്കെ ഒന്ന് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി. മൂത്രം ഒഴിച്ചോളൂ. വാവ്, വെള്ളം വരണം നോക്കിയാ. എന്താല്ലേ നോക്കാൻ ഭാഷ അടിപൊളിയാ. തണവുണ്ടല്ലോ. വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാം. നല്ല രസമുണ്ട് വെള്ളമായിട്ട് നിൽക്കാൻ. മറ്റേ സമയമല്ല, നമുക്ക് 1 മണിക്ക് സൈലൻറ്റ് വാലിൻ്റെ അവിടേക്ക് എത്തണം. അവിടെ 1 മണിക്കല്ല നമ്മൾ ഡേറ്റ് പറഞ്ഞുള്ളത്, എന്നുവെച്ചാൽ അല്ല സമയം പറഞ്ഞുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകണം. ചെറുത്ത് ഭക്ഷണം കഴിക്കണം. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഇവിടെ നിന്നു. നല്ല രസമുണ്ട് കാണാൻ, സീനറി ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റിൻ്റെ ഓഫീസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫീസ് അവിടെയാണ്. ഇതൊക്കെ കാണാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഓരോ ബോർഡുകളൊക്കെ ഉണ്ട്. എത്ര മണിക്കൂർ വണ്ടി യാത്ര എന്ന് പറഞ്ഞടാ? 22 കിലോമീറ്റർ ഉണ്ടല്ലോ. 600 രൂപ അല്ലേ? അങ്ങോട്ട് പോവാം. ഇതെന്താണ്? തണ്ണീർ പന്തൽ. ഒരു ചെറിയൊരു തണ്ണീർ പന്തൽ. രസമായിട്ടല്ലേ? മുളകുണ്ട്. ചോറുന്നല്ലേ ഉള്ളൂ. അടിപൊളി, നല്ല രസമുണ്ട്. ഫുള്ള് മരങ്ങളുടെ ഇടയിൽ. ഭക്ഷണം കഴിച്ചു. ചപ്പാത്തി തിന്നു, ചോറ് തിന്നു. വയർ ടൈറ്റായി. ഇനി 22 കിലോമീറ്റർ കാട്ടിക്കൂടുള്ള ഒരു റൈഡ്. അതാണ് മെയിനായിട്ട്. റൈഡ് പോണ വണ്ടികൾ വന്നു. ഒരു സഫാരി വാനും ഒരു ജീപ്പും ഉണ്ട്. ഇത് അടുത്ത് പോകാനുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ട് ഇവിടെ. ഈ ജീപ്പിലാണ് പോകുന്നത്. ബസ്സിനായിട്ട് ഏറ്റവും സൗകര്യം ജീപ്പാണ്. ഇത് കണ്ടില്ല, വിൻഡൊക്കെ ഓപ്പണാണ്. ഇത് പൊളിച്ചല്ലോ. ഇതാകുമ്പോൾ അടിപൊളിയായിട്ട് ആസ്വദിക്കുക. ഇഷ്ടം പോലെ വണ്ടികളാണല്ലോ. ഇപ്പോൾ സഫാരി പോയി വരുന്ന വണ്ടികളാണ്. നമ്മൾ ഇതിൽ ഏതൊരു വണ്ടിയാവും. ഓരോ സമയങ്ങളുണ്ട്. ആ സമയം നോക്കിയിട്ട് കയറാം. നമ്മൾ ഈ ജീപ്പിൽ കയറാൻ പോകുന്നു. ആണ് ജീപ്പ്. ബയോഡൈവേഴ്സിറ്റിയാണ് സൈലന്റ് വാലിയുടെ പ്രത്യേകത. മനുഷ്യ സമ്പർക്കം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുണ്ടല്ലോ, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രഥമ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് നമ്മളെ കോർ ഏരിയയിലേക്ക്, ഇതിങ്ങനെ കോറ് ബഫർ ഇങ്ങനെ 2 ഏരിയയ്ക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബഫർ ഏരിയ 148 ചതുരശ്ര കിലോമീറ്ററും കോർ ഏരിയ 89.52 ചതുരശ്ര കിലോമീറ്ററുമാണ്. അതിൽ കോർ ഏരിയയിലേക്ക് നമുക്ക് 1 കിലോമീറ്ററേക്ക് പോകാൻ കഴിയുള്ളൂ. അവിടെ ഒരു 100 ഫീറ്റ് ഹൈറ്റിൽ വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൻ്റെ മേലെ കയറിയാൽ നമുക്ക് കാടിൻ്റെ 70% ഭാഗം കാണാം. ഒരു സാറ്റലൈറ്റ് വ്യൂ പോലെ കാണാൻ പറ്റും. അതാണ് സൈലന്റ് വാലിയുടെ കാഴ്ച. പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ അനിമൽസ് കണ്ടാലായി ഭാഗ്യം. ഇവിടെ നമുക്ക് പുള്ളിമാനും കുറുക്കനും അല്ലാത്ത കേരളത്തിൽ കാണുന്ന എല്ലാ മൃഗങ്ങളുള്ള കാട് തന്നെയാണ്. ഈ കാട്ടിൽ ഈ ഒരു റോഡ് മാത്രമാണ് അനിമൽസിന് ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു ഏരിയ. അനിമൽസൊന്നും നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. ചില സാഹചര്യം കൊണ്ടാണ് നമ്മളെ അവർ ഉപദ്രവിക്കാൻ വരുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യനെ എല്ലാ മൃഗങ്ങൾക്കും പേടിയാണ്, കരടിക്കൊഴിച്ച്. കരടിക്ക് മാത്രം 2 കാലിൽ നടക്കുന്ന മനുഷ്യനെ പേടിയില്ല. പതിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉള്ളൊരു ജീവിയാണ് കരടി.
ബാക്കി എല്ലാ ജീവികളും മനുഷ്യൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി അവരും മാറിപ്പോകും. ഇത് നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന അനിമൽസ് ആണെങ്കിൽ അവർക്ക് ആ പേടി ഉണ്ടാവില്ല, മാറും. ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമ്പർക്കമില്ലാത്ത കാടായതുകൊണ്ട് തന്നെ യഥാർത്ഥ വൈൽഡിൻ്റെ സ്വഭാവമായിരിക്കും ഇവിടെയുള്ള അനിമൽസ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടാലും പേടിക്കണ്ട, നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി. കൂടുതൽ ഒച്ചപ്പാടുകളൊന്നും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അപകടമൊന്നുമില്ല. നമുക്ക് ഈവനിങ് അനിമൽസ് ഇറങ്ങി നടക്കുന്ന ഒരു സമയം അറിയാമല്ലോ. പകൽ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആകും, അനിമൽസ് റെസ്റ്റിലായിരിക്കും. ഒരു ഏർലി മോർണിംഗിൽ, ഈവനിങ്ങിൽ, നൈറ്റിലൊക്കെയാണ് അനിമൽസ് ആക്റ്റീവ് ആകുന്ന ടൈം. നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് അതിൽ നിന്ന് അതിനനുസരിച്ചില്ല, തിരിച്ചു വരുമ്പോഴാണ് ജീവിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് കൈ വെച്ച് നോക്കിയേ. ഇനി അവനവൻ്റെ കയ്യിലുള്ള വാച്ചിലേക്ക് നോക്കാം, സമയം എത്രയാണ് നിങ്ങൾക്ക്. ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെ, തൃശ്ശൂർ, എറണാകുളം, അവിടെ പറഞ്ഞാൽ എറണാകുളത്തെ വീടിനോ അല്ലെങ്കിൽ ഓഫീസിനുള്ളിലോ നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു. അവിടെ ഫാനോ എ സിയോ വരയ്ക്കാതെ ഈ ഒരു സമയത്ത് ഇരിക്കാൻ കഴിയില്ല. പറ്റുമോ? ഈ പ്രകൃതി സംരക്ഷണത്തിലൂടെ നമുക്ക് കിട്ടിയ ഗുണങ്ങളാണ്. ഇവിടെ ഫുള്ളി എ സി ക്ലൈമറ്റാണ്. വെള്ളത്തിനാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കാട് ഇങ്ങനെയുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ വെള്ളം. ഞാൻ പറഞ്ഞില്ലേ, 2 പുഴകൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ കാരണം? നമുക്ക് നാടുകളിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. വേനൽ വന്നു കഴിഞ്ഞ് ചൂട് കാരണം നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാലോ പ്രളയം. പേടിയാണ് നമുക്ക് മഴക്കാലം വരുന്നതൊക്കെ. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ തന്നെ, നമ്മൾ മനുഷ്യർ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഏരിയ എ സി ക്ലൈമറ്റ് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ മരങ്ങൾ ഇവിടെ വെക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു ഹിമാലയൻ പർവ്വതങ്ങളിൽ കയറുമ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കും. പക്ഷെ അവിടെ നമുക്ക് കയറി ചെല്ലും തോറും മൈനസിലേക്കാണ് നമ്മൾ പോകുന്നത്. വിരോധാഭാസമല്ലേ അത്? സൂര്യനാണല്ലോ ചൂടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സൂര്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മൈനസിൽ വരാൻ കാരണം സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന രശ്മികളെക്കാൾ ചൂട് അത് ഭൂമിയിൽ തട്ടി ഭൂമിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം. ഇപ്പോൾ ഇവിടെ ഒരു ചെടി ഉണ്ടായി. ഈ ചെടിയുടെ വർഗ്ഗം നിലനിൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, എല്ലാം കണക്റ്റഡാണ്. ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കാതെ ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ച് കളിക്കും. അപ്പോൾ നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ട് സുഖമായിട്ട് ജീവിക്കണമെന്ന്, അല്ലേ? കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ട് ജീവിക്കാനൊക്കെ ആർക്കും താല്പര്യം ഉണ്ടാവും? ഇല്ല, സുഖമായിട്ട് ജീവിക്കാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണം? എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കില്ലേ? നമ്മുടെ കൺസെപ്റ്റ് അതാണ്, കാശുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സുഖം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സുഖം എന്ന് 2 അക്ഷരം കൂട്ടിച്ചേർത്തൊരു വാക്കായിട്ട് ഉപയോഗിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? നമുക്ക് എന്താണ് സുഖം എന്ന് മനസ്സിലാക്കണമല്ലോ. ദുഃഖം എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. ശരിക്ക് സുഖം അതിൻ്റെ വിപരീത പദം മലയാളത്തിൽ എഴുതിയാൽ എന്താ നമ്മൾ എഴുതാം? അസുഖം. അപ്പോൾ എന്താണ് സുഖം? അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അസുഖമില്ലാത്തൊരവസ്ഥയിലൂടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി കാശുണ്ടാക്കാം. എത്ര കാശുണ്ടാക്കിയാലാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റുക? അസുഖമില്ലാത്ത ഒരവസ്ഥയിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എത്ര സമ്പാദിക്കണം? പറയാൻ പറ്റില്ല, സാധ്യമില്ല. അപ്പം നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ്. നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. താഴെ നോക്കിയാൽ കുറച്ച് വീടുകൾ കാണാം. അതാണ് ഈ റൂട്ടിലെ ലാസ്റ്റ് സെറ്റിൽഡ് ഏരിയ, കരിവര ട്രൈബൽ വില്ലേജ്. ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളെ വേണമെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളത്ര കാശും സമ്പത്തൊന്നും അവർക്ക് ഉണ്ടാവില്ല, പക്ഷേ സുഖം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഇതുപോലെയൊക്കെ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും സാധ്യമാകും സുഖമായിട്ടുള്ള ഒരു ജീവിതം. ഇന്ന് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? കാശുണ്ടാക്കാൻ വേണ്ടി തന്നെ മരങ്ങൾ വെട്ടിവെക്കുന്നു, വന്യമൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കി അതിൻ്റെ പാർട്സുകളൊക്കെ എടുത്ത് കാശാക്കി നമ്മൾ വെട്ടിയിൽ വെക്കുന്നു. ഇപ്പം നമുക്ക് നല്ല വായുവില്ല, നല്ല വെള്ളവുമില്ല, നല്ല ഫുഡില്ല, ഒന്നുമില്ല. എല്ലാം കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വിഷമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെപ്പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതുപോലെ ഒരു കോളനിയിൽ ജീവിക്കുന്നത് വിചാരിക്കുക. ഈ വിറക് ഇവിടെ കിടക്കുന്നു. ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി വീണ് മരങ്ങളൊക്കെ ഇവിടെ കിടന്ന് വെറുതെ നശിച്ച് പോവല്ലേ, ഇതൊന്നും ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല.
നമുക്ക് എടുത്തേ ശീലമുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ആദിവാസികൾ നമ്മളെ പോലെ ഗ്യാസ് അല്ല വിറക കത്തിക്കുന്നത്, പക്ഷെ അവർ അന്നന്നൊക്കെ ആവശ്യമായിട്ടുള്ളത് മാത്രം കളക്ട് ചെയ്യും. നമ്മളോ ഭാവിയിലേക്ക് വേണ്ടി അത് സേവ് ചെയ്ത് വെക്കാം. അതാണ് നമ്മുടെ ഫാൾട്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയും ഇപ്പോൾ ഈ ഒരു വിറക് അവിടെ കിടക്കുന്നുണ്ട്, ഈ ഉണങ്ങിയ വിറകുകളൊക്കെ ഇവിടെ കിടക്കുകയാണ്, കാലങ്ങളായിട്ട് അങ്ങനെ കിടക്കുക, അത് അവിടെ കിടന്ന് നശിച്ചു പോവാണ്. നമ്മൾ ആ ഒരു വിറക് കഷ്ണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ജീവികളെ നമുക്ക് ആ ഒരു വിറക് കഷ്ണത്തിൽ കണ്ടെത്താൻ പറ്റും. അവർക്ക് കൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിന്ന് പോകുള്ളൂ. അപ്പോഴേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പകരം നമ്മൾ എന്താ അത് നമ്മുടേതാക്കി വെക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജീവിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള ജീവികളും ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ നാടുകളിൽ കണ്ട പല ജീവികളും ഇന്ന് കാണാൻ പറ്റില്ല. പറ്റുമോ? ഓണക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ നിറയെ തുമ്പികളെ കാണായിരുന്നു, അല്ലേ? ചെറുതാകുമ്പോൾ പൂമ്പാറ്റകളെ കാണായിരുന്നു. ഇപ്പോൾ അത് കാണാനുണ്ടോ? ഇല്ല. നമുക്കിവിടെ 103 സ്പീഷീസ് തുമ്പികളും 400 എബോ സ്പീഷീസ് ബട്ടർഫ്ലൈസും 251 ടൈപ്പ് ബേഡ്സുകളും 2000-ലധികം വ്യത്യസ്ത പ്ലാന്റുകളും ഒക്കെയുള്ള ഒരു ഫോറസ്റ്റാണിത്. അതൊക്കെ ഇന്നും ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. നമുക്കതൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്നും ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നേച്ചർ എന്ന് പറയുന്ന സിസ്റ്റം ഇവിടുത്തെ പക്ഷി മൃഗാദികളും സസ്യലതാദികളും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേ അത് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കരയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ ആന. ഈ ആന ഒരു ദിവസം 40 മുതൽ തേക്ക് നമുക്കറിയാം, ഇത് നാഷണൽ പാർക്ക് ആയതിനു ശേഷം പ്ലാന്റേഷനോ കൾട്ടിവേഷനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ അതിനു മുമ്പ് പ്ലാന്റ് ചെയ്ത തേക്കാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നത്. ഉണ്ടോ? ഇനി മുറിക്കാൻ പാടില്ല. പ്ലാന്റേഷൻ നാഷണൽ പാർക്ക് ആയതിനു ശേഷം പ്ലാന്റേഷനോ കൾട്ടിവേഷനോ ഒന്നും പാടില്ല. തേക്ക് പറഞ്ഞ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ നിങ്ങൾ? നടിക്കാടുകളുണ്ടാവില്ല. തേക്ക് മരം ചൂടാണ്. ചൂട് ക്ലൈമറ്റിലാണ് നല്ല തേക്ക് ഉണ്ടാവുക. ഇവിടെ AC ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല തേക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ തേക്കിന് നടിക്കാടുകളും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ വൈൽഡ് ആനിമൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയായിട്ട് കിട്ടുന്നൊരു ഏരിയ എന്ന് പറയുന്നത് സൈലൻ്റ് വാലിയെ സംബന്ധിച്ചിടത്തോളം ഈ കാടാണ്. പിന്നെയുള്ളത് നമ്മളെത്തിപ്പെടാത്ത ഗ്രാസ് ലാൻഡാണ്. നമുക്ക് 5 തരം കാട് വേണമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ഡ്രൈ ഫോറസ്റ്റ്, രണ്ടാമത്തെ പ്ലാന്റേഷൻ ഫോറസ്റ്റ്, പിന്നെ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡ്രൈ ഫോറസ്റ്റും കാണാം, നമുക്ക് എവർഗ്രീൻ ഫോറസ്റ്റ് കൂടെ മിക്സഡായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. ഇവിടേക്ക് 100% ഡ്രൈ ആകും, പക്ഷേ സെമി എവർഗ്രീനിൽ 20% ഡ്രൈ ആകും. ചെറിയ ഗ്രീനറി അവശേഷിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റാണ്. ആ ഒരു ഫോറസ്റ്റ് 365 ദിവസം നമുക്ക് ഗ്രീനറിയാണ്, അത് നഷ്ടപ്പെടില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് 1500 മീറ്ററിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രാസ് ലാൻഡുകളാണ് കാണാം. ഇതുപോലെ കാടുണ്ടാവും ഇല്ല. നമ്മൾ 1050 മീറ്റർ ഹൈറ്റ് വരെ നമുക്ക് പെർമിഷൻ ഉണ്ട്. പറ്റുള്ളൂ. അതിപ്പോൾ ആ ഒരു ട്രെക്കിങ്ങും ഇല്ല. അത് മാവോയിസ്റ്റ് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്നു. അത് മാവോയിസ്റ്റ് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അങ്ങനെയുള്ള പാക്കേജ്. എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക, അതിന് ബുദ്ധിയുണ്ടോ, വിവേക ബുദ്ധിയുണ്ടോ എന്നൊക്കെ. നമ്മൾ ഓരോന്നിനെ കുറിച്ചും കൂടുതൽ ആഴത്തിൽ അറിയുമ്പോഴാണ് അത് അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതും ഒക്കെ അറിയാം. ഒരു കിങ്ഫിഷറിൻ്റെ ലൈഫ് ഷൂട്ട് ചെയ്യാൻ ഒരാൾ അയാളുടെ ആയുഷ്കാലം മുഴുവൻ അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. അപ്പം നമ്മളവരെ വിളിച്ചു, ഇയാൾക്ക് ഭ്രാന്തനാണെന്നുണ്ട്. പക്ഷെ അവരതിൻ്റെ പുറകെ നടന്നുകൊണ്ട് ആ കിങ്ഫിഷറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കിയായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ ഭ്രാന്തരാണെന്ന് മുദ്ര വെക്കുന്ന ആളുകളൊക്കെ അവർ ലോകത്തിൽ വരുന്ന സംഭാവനകൾ വലിയ ലോകത്തിലാണ്. ഈ ഒരു സൈഡ് കണ്ടോ, കുറച്ച് ഇടതിങ്ങി വരുന്ന കണ്ടോ? നട്ടുച്ച സമയമാണ്, നല്ല സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് കാടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുള്ളിക്കുത്തു പോലെയാണ് വെയിൽ കാണാൻ പറ്റുക. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മരത്തിൽ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുള്ളത്.
ഈ ഒരു മരത്തിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കൂട് കാണാൻ അതൊരു ഉറുമ്പിന്റെ കൂടാ. മണ്ണ് കൊണ്ടാണ് അവർ ആ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ ഒരു വീട് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സുരക്ഷിതത്വത്തിന് വേണ്ടി. അവര് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? അവരുടെ ശത്രുക്കൾ വരുമ്പോൾ അതൊരു കൂടൊന്നും മനസ്സിലാവരുത്. ഒരു മരത്തിന്റെ പാർക്കായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അതിനകത്ത് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബുദ്ധിയില്ല, വിവേക ബുദ്ധിയില്ല എന്ന് പറയുന്ന ആ ഒരു ഉറുമ്പുകൾ കൂടെ ഇരിക്കുന്നത് നോക്കി. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫ്ലാറ്റ് കെട്ടുന്നതിന് തുല്യമാണ് ഉറുമ്പുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൂട്, അല്ലേ? നമുക്ക് പല കൂടുകളും കാണാം. അപ്പൊ അവര് മണ്ണുകൊണ്ടാണ് ആ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവര് അതേ മരത്തിൽ, ആ ഒരു മരത്തിലും പാറയിലും മണ്ണിലും ഒക്കെ അവർ കൂട് വെക്കും. ഈ ഒരു മരത്തിൽ കൂട് വെച്ചപ്പോൾ അതേ കളർ മണ്ണ് അവർ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അവർക്ക് വിവേക ബുദ്ധി ഇല്ലെങ്കിൽ അത് സാധ്യമാവും. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയേ. ആ തേക്ക് മരത്തിന്റെ തൊലി അടർന്നു നിൽക്കുന്ന അതേപോലെയാണ് അവരെ കൂട് ഒരുക്കിയിട്ടുള്ളത്. അവര് ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ വിട്ടിട്ടായിരിക്കും അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏത് ആർക്കിടെക്റ്റ് ആയിരിക്കും ആ ഒരു സ്ട്രക്ചർ ചെയ്യാൻ അവരെ സഹായിച്ചിട്ടുണ്ടാവുക. നമ്മൾ പറയുന്നവർക്ക് വിവേകബുദ്ധി ഇല്ല. അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരു വിവേകത്തോടു കൂടി ഒരുമിച്ച് എന്ന് ചെയ്തുകൊണ്ടാണ് അവർക്കത് സത്യമായത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലതും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിനൊന്നും നശിപ്പിച്ച് കളയില്ല. ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മളും ഇല്ല. നമ്മളെല്ലാം എല്ലാത്തിനെയും നമ്മൾ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ആനയെ പോലും എനിക്ക് അവർക്ക് നമ്മളെ പോലെ സ്നേഹം, ദേഷ്യം, സങ്കടം, എല്ലാ വികാരങ്ങളും വികാരം അവരിലുള്ളത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് കാലിലാണ്. താൽക്കാലികളായിട്ടുള്ള അനിമൽസോട് അതിനനുസരിച്ചൊക്കെ നടക്കുന്നത്. അവർ രണ്ട് കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? കോമണായിട്ട് എല്ലാ മൃഗങ്ങളും നമ്മുടെ ട്രെയിൻ രണ്ട് കാലിൽ നിന്ന് ചെയ്യുന്ന സംഭവമാണ്. അതെന്താ? ആയിട്ടുള്ള ആനയായിക്കോട്ടെ, പോത്തായിക്കോട്ടെ, ആടായിക്കോട്ടെ, പൂച്ചയായിക്കോട്ടെ, കടുവയായിക്കോട്ടെ, അല്ലല്ല, അത് എല്ലാ ജീവികളും രണ്ട് കാലിൽ നിന്നിട്ടൊന്നുമല്ല ചെയ്യാം. പക്ഷെ അവർക്ക് നല്ല ഫോട്ടോ കിട്ടിയിട്ടോ. ഞാനവിടെ എത്തിയപ്പോഴത്തേന് ഇവർ വെള്ളമിച്ചായിരുന്നു അതവിടെ ഇരുന്ന് പോയി. എനിക്ക് നല്ല ഫോട്ടോ കിട്ടിയില്ല. വാസത്തെ അജ്ഞാതവാസാനുഷ്ഠിച്ച കാട് സൈരന്തരി വനം. ആ കാടാണിത് എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യം അതാണ്. ഇവിടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇവിടെ ചീവിടില്ലല്ലോ. ആ ഫോറസ്റ്റിലും ചീവിടുണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ അവരിട്ട പേരാണ് സൈലന്റ് വാലി. ഇപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട് അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ 251 തരം പക്ഷികളുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സൈലന്റാ. അല്ല, അതാണ് ചെറിയ കട്ടിക്കറിയിൽ എന്ത് വെച്ചിരിക്കും. ഇന്നലെ പോയി ഭയങ്കര സൗണ്ട് ആയിരുന്നല്ലോ. ഇപ്പൊ ഇവിടെയുള്ള മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സൈലന്റ് വാലി പ്രധാനമായിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നൊരു സ്പീഷ്യസ് എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങാണ്. ലയൺ ടൈം മെക്കാക്ക്. വംശനാശ ഭീഷണിയുടെ വക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന ഒരു സ്പീഷ്യസ് ആണത്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവാൻ പ്രധാന കാരണം എന്താ? ഈ മരങ്ങളാണ്. ഇതാണ് വെടിപ്ലാവ് എന്ന് പറയുന്ന മരം. കുലീനിയ ഇക്സർലാറ്റ എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ഈ ഒരു മരത്തിലുണ്ടാകുന്ന മുള്ളൻചക്ക എന്ന് പറയുന്ന ഫ്രൂട്ടാണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ഏറ്റവും മെയിൻ ഫുഡ്. ഇത് മറ്റു കാടുകളിലും നമുക്ക് അധികം കാണാൻ കഴിയില്ല. അങ്ങനത്തെ അതല്ല, അത് വേറെ മുള്ളൻചക്ക, നാട്ടിലുള്ള മുള്ളൻചക്ക. ഇതിനകത്ത് നമ്മുടെ ചക്കയുടെ കുരുവില്ലേ, ആ കുരു പോലെയുള്ള കുരു മാത്രമേ. ആഞ്ഞിലിച്ചക്ക പോലെ ഷേപ്പ്, പക്ഷെ ഭയങ്കര ഹാർഡായിരിക്കും അതിന്റെ പുറത്തുള്ള മുള്ള്. ഈ വെടിപ്ലാവെന്ന് പേര് വരാൻ കാരണം ഈ ചക്ക മൂത്ത് കഴിഞ്ഞ് ഇത് പൊട്ടും, വെടിക്കാന്നുള്ള തമിഴിൽ അതിന് പറയുക. അപ്പൊ അതിനകത്തുള്ള ഫ്രൂട്ട് അവർ തിന്നും, ചക്കക്കുരു പോലെയുള്ള കുരു തിന്നും. ഇതിലിപ്പോൾ ഫ്രൂട്ട് ഇല്ല ഈ ഒരു സമയത്ത്, ഇവിടെ ഇല്ല, കുറച്ചപ്പുറത്ത് മാറിയിട്ടുണ്ടാവും ഫ്രൂട്ട്. ഒരു 9 മാസക്കാലത്തോളം ഈ ഒരു മരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ ഫ്രൂട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ തളിരിലകൾ, പൂക്കൾ ഇതെല്ലാം തിന്നും. ഇനി ഈ ഒരു സൈഡ് നമുക്ക് അക്കേഷ്യ യൂക്കാലി ഫോറസ്റ്റ് ആണ്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു യൂക്കാലി മരം ഒരു ദിവസം വളരണമെങ്കിലാണ് 35 ലിറ്റർ വെള്ളം വേണം. അപ്പം മേലെ ഉയരങ്ങളിൽ കൊടുക്കുന്നവർ ശേഖരിക്കുന്ന വെള്ളം എന്താവും? പകുതിയിലധികം ഇതിന് വേണം. അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള നീരൊഴുക്കുകൾ ഇല്ലാതെയാവും. നമ്മുടെ അറിവില്ലായ്മയാണ്. വിദേശ രാജ്യങ്ങളിൽ അതൊക്കെ ഒഴിവാക്കണം. അക്കേഷ്യ ഇതൊക്കെ ഒഴിവാക്കണം. മൂന്നാറിൽ വരൾച്ചയുടെ കാരണം അന്വേഷിച്ച് പ്രധാനമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതിന് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഇപ്പം എന്താ ചെയ്യുന്നത്? JCB ഉപയോഗിച്ച് കംപ്ലീറ്റ് വേരോടും കൂടി കുഴിച്ച് കളയാണ്. പക്ഷെ അതും കേടാണ്. ഈ മണ്ണിളക്കല്ലേ, മണ്ണടിപ്പുണ്ടാവും.
പുൽക്കുന്നുകളൊക്കെ ഇല്ലാതെയാവും. ഇവിടെ മാത്രമല്ല ഈ മരങ്ങൾ. അല്ലല്ല, ഈ കാടിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. സിംഹവാലം കുരങ്ങിനെ നോക്കാം പോകുന്ന വഴിയിൽ ചില സമയങ്ങൾ. ഇപ്പോൾ രാവിലെ വരുമ്പോൾ കണ്ടു, അവരൊക്കെ ഒന്ന് കണ്ടു. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു പാമ്പിനെ പോലും ഉറപ്പിച്ചു പോകാൻ പറ്റില്ല. ഇത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് റോഡിന്റെ പരിസരത്ത് അവർ നമുക്ക് കാണാൻ പറ്റുക. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അവർ ഭയങ്കര തിരക്കാണ്. ഫുൾ ടൈം ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി എത്ര വണ്ടി ഇറങ്ങിപ്പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അവർക്ക് ഇതൊരു ശല്യമാണ്. കുറച്ചുള്ളിലേക്ക് മാറി അവരുടെ ഒരു കാര്യത്തിന് തടസ്സമില്ല. അപ്പൊ അവരങ്ങോട്ടുള്ള പോകും. ഇങ്ങനെയുള്ള ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർക്കിംഗ് ഡേയ്സിൽ വരാൻ ശ്രമിക്കുക. അപ്പൊ തിരക്ക് കുറവായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സൗകര്യത്തിനും പോകാൻ പറ്റും. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 മണി മുതൽ 1 മണി വരെയാണ് സമയം. തിരക്കുള്ള ദിവസം 2:30 വരെയൊക്കെ കൂടും. പോയിട്ട് വരൂല. ഇല്ല, നമ്മള് പോണ വണ്ടി തന്നെ അപ്പൊ പിന്നെ കാണാൻ പറ്റുന്നു. ചില ദിവസങ്ങളില് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് തന്നെ അവർക്ക് അറിയാൻ പറ്റും. ആനകൾക്കാണെങ്കിൽ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആനക്ക് ഇവിടെ നമ്മൾ നിൽക്കുന്ന അറിയാം. അപ്പൊ അവര് സേഫ് ആയിട്ടുള്ള കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന കാലത്ത് നേരത്തെ പോകുമ്പോ നമുക്ക് കാണാം. കാരണം അവിടെയുള്ള അനിമൽസ് അത്ര വലിയ പ്രശ്നവുമില്ല. കാരണം അവിടെ മനുഷ്യരെ കണ്ടിട്ട് അവർ പേടി മാറി. ഇവിടെ അങ്ങനെയല്ല. അത് ജനസമ്പർക്കം ഇല്ലാത്ത കാടാണ്. ഇവിടെ എപ്പോഴും പഴയ ഒരു സ്വഭാവം. ഇനി നമുക്ക് ഈ ഒരു മരത്തിനെ പരിചയപ്പെടാം. ഇതാണ് ചുരുളി മരം. എല്ലാരും ചിരിക്കും. ആരും സിനിമ വലുതല്ലേ. ഈ ഒരു മരം പണ്ട് കാലങ്ങളിൽ റെയിൽവേ പാളത്തിനിടയിൽ സ്ലീപ്പറായിട്ട് ഉപയോഗിച്ചിരുന്ന മരങ്ങളിലൊന്നാണ് ചുരുളി. വെരി ഹാർഡാണ്. അയൺ വുഡ് എന്നാണ് പറയുക അതിന്. മിസോഫെറി അതാണ് അതിന്റെ ബൊട്ടാനിക്കൽ നെയിം. നമുക്ക് ഈ മരത്തിലൊക്കെ ഈ മണ്ണൊക്കെ ഉണ്ടാവും, ചെളി. ഇതൊക്കെ എന്താന്നാ അറിയുന്ന. ഇനി ആ മരത്തിൽ കാണാം നൈൽ ക്രാഷ്. അതെന്താ? അങ്ങോട്ട് മേലൊക്കെ നോക്കി ചെയ്തോ. ഇത് കരടി കയറി നല്ല വണ്ണം ഇല്ലാത്തതിൽ അതിന് കയറാൻ കഴിയില്ല. മാക്സിമം അതുവരെയൊക്കെ കയറി ഉണ്ടാവുള്ളൂ. അതുവരെയൊക്കെ കാണുന്നുണ്ട് അതിന്റെ പാടെ. നമ്മുടെ അടുത്ത സ്മെല്ല് കിട്ടില്ലേ? കിട്ടും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടല്ലോ, സ്മെല്ല് എടുത്തിട്ട് പ്രശ്നം നമ്മൾ ആക്രമിക്കാൻ പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അതായത് അവൻ മിശ്രബുക്ക് ആണെങ്കിലും മാംസം കഴിക്കുന്ന ഒരു സ്വഭാവം അവനില്ല. മത്സ്യങ്ങളൊക്കെ കഴിക്കും. നമ്മളെ കണ്ടു കഴിഞ്ഞാല് നമ്മളെ ഈ 2 കാലിൽ നിൽക്കല്ലേ. അപ്പൊ അവര് പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു കഥ കേട്ടിട്ടില്ല, മരിച്ച പോലെ കിടക്കാൻ. വെറുതെ കഥയാണത്. അതായത് അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന രൂപത്തിൽ കണ്ട അവരുടെ ധാരണ അവരെന്തെങ്കിലും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ മരിച്ച പോലെ കിടക്കണമെങ്കിൽ അവരൊന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ അനിമൽ പ്ലാനറ്റ്, നാഷണൽ ജോഗ്രഫി ഒക്കെ കാണുന്നില്ലേ, അതിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെങ്ങനെയാ അങ്ങോട്ട് പോണേ? കഴിഞ്ഞു പോകും. നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്നുകിൽ അത് അവിടെ നിന്ന് ഓടും, ഇവർക്ക് നല്ല ഫോട്ടോ കിട്ടില്ല. അതല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി അതിന് വരും. പിന്നെ ഹൈനൊക്കെ വരുമ്പോഴത്തേനും മരം എടുത്ത് പിടിക്കില്ലേ, പൊക്കം കാണിക്കാൻ വേണ്ടി അങ്ങനെ അടിക്കില്ലേ. ഇനി കുറച്ചുകൂടെ അകത്തേക്ക് നോക്കി കഴിഞ്ഞാല് ഒരു ഒരു തൊലി ഇങ്ങനെ കൊണ്ട് വലിയൊരു മരം. അതാണ് പണ്ട് വഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ, ഒറ്റത്തടി വഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോൾ ജീപ്പൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കോട്ടേഴ്സ് ഉണ്ട്. അരുവിയാ? അങ്ങോട്ട് അതി വല്ല ഒറ്റ കിടക്കണ്ടട്ടാ. കാടുകൾ. എന്താടാ അവിടെ? അപ്പോൾ നമ്മൾ സൈലന്റ് വാലി കൂടെ കാട്ടി കൂടെ ഇങ്ങനെ ജീപ്പ് റൈഡായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരുപാട് അരുവികളും ജീപ്പൊക്കെ ചെറുതായിട്ടൊക്കെ നിർത്തി തരും. അപ്പോൾ നമുക്ക് ചെറിയ അരുവികളൊക്കെ കാണാം. കാരണം മൃഗങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഏരിയകളാണ്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഡേഞ്ചറസ് ആണ്. എന്നാലും നമ്മളിങ്ങനെ നടക്കുക തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ കാടിൻ്റെ ഉള്ളിൽ 3 ദിവസം താമസിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ 3 ദിവസം താമസിക്കാം. പിന്നെ കാടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ജീപ്പിലെ ഡ്രൈവറാണ് പറഞ്ഞത്. ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് പറഞ്ഞത്? എത്ര പറഞ്ഞേ? ഒരാൾക്കാ? ഒരാൾക്ക് 3500. ഒരാൾ 15 പേരുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിച്ച് 3 ദിവസം കാട് ആസ്വദിച്ച്
ഒരു വേറൊരു വൈബായിരിക്കും പ്രകൃതി എന്ന് പറയുമ്പോൾ. ഒരുപാട് മൃഗങ്ങളും പൂമ്പാറ്റകളുടെ ക്ലാസ് ഉണ്ട്, എട്ടുകാലികൾ, അങ്ങനെ കുറേ മരങ്ങളെ പറ്റിയിട്ടും ഒരുപാട് ക്ലാസ്, ഉറുമ്പുകളെ പറ്റിയിട്ടും ഭൂമിയിലുള്ള എല്ലാ ജീവികളെ പറ്റി നല്ലൊരു ക്ലാസ് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ വേറൊരു ഫീലാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ, വേറൊരു ഫീലാണ്. അത് ആസ്വദിക്കണം. വീഡിയോ ഒന്നും പിടിച്ച് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ശരിക്കും ടൈം സ്പെൻഡ് ചെയ്ത് ആസ്വദിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസാണ് ഒരു പ്രകൃതി എന്ന് പറയുമ്പോൾ. അത് വേറൊരു വൈബാണ്. ഒരു വെള്ളച്ചാട്ടത്തിന് അവിടേക്ക് എത്തിയിട്ടുണ്ട്, ലാവിഷ് കൂളാവാണ്. സൈലന്റ് വാലി എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. ഓ അത് സ്പ്രേയുടെ മണമുണ്ടല്ലേ? സ്പ്രേയല്ല, കുന്തിരിക്കത്തിന്റെ സ്മെല്ല് കണ്ടാ. ഇതാണ് ശരിക്കും ഒറിജിനൽ കുന്തിരിക്കം. നമ്മളവിടുന്ന് കിട്ടണ കുന്തിരിക്കുകയാണോ? ഒഴുകി വരുന്ന ഇതെന്തുട്ടാ? ഇത് തന്നെയത്. ഇതന്നെയാണല്ലേ? ഇതിനി ആദിവാസികള് കത്തി വെച്ച് കൊത്തി എടുക്കും. ഇത് നമുക്ക് എക്കത്തൊന്നും ഇരിക്കാൻ കിട്ടും. അത്ര വലിയ പിന്നെ കൊണ്ടുപോകുന്നില്ല പുലി. പറയാൻ പറ്റുന്നില്ല, അവരെവിടെയെങ്കിലും ഉണ്ടായി. കാട്ടുവെള്ളം. വെള്ളം കുടിക്കാനാണ്. സാരമില്ല, നല്ല രസമാണല്ലോ ഇവിടെ നിൽക്കാനേ. അവൻ കഴുകി ഫ്രഷായി. ഇവിടുന്ന് അതില്ല, ഇപ്പോൾ വേറൊരു ലെവല്. എന്താ ചെയ്യുന്നത്? ഫോട്ടോ എടുക്കാനാണോ? അയ്യോ, നടക്കാം. ഒന്ന് മുഖം അടുപ്പിച്ച് നോക്കി നോക്കൂ. സംഭവം വൈബ് തന്നെ കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല, പൊളി. ശരിക്കും ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ട്രക്കിംഗ് പറഞ്ഞു ജീപ്പിൽ വരണം കേട്ടോ. ബസ്സൊന്നും ചൊവ്വാവില്ല. ഫുള്ളിങ്ങനെ ജീപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. അങ്ങനെ എന്തോരം ക്ലാസ് എനിക്ക് എടുത്തരുമെന്ന് അറിയാം ഒരു പ്രകൃതിയെ പറ്റിയിട്ടൊക്കെ. കണ്ണടച്ചിരിക്കുമ്പോൾ കിളിയുടെ ശബ്ദം കേൾക്കലും ഒരു വേറൊരു പോസിറ്റീവ്. നമ്മൾ മൈൻഡൊന്ന് മാറും, ലെവലിലേക്കാവും. അപ്പോൾ കൂടെ വന്നവരൊക്കെ ഇതാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നു. ഇതന്നെ ഒരു വർഷം എടുത്തോണ്ടല്ലോ, സുഖമായിട്ടിരിക്കുകയല്ലേ. നമ്മളതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനൊരു ഭീഷണി ഞാൻ തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ഒരു 1/2 മീറ്റർ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് അപ്പുറത്തുള്ള സാധനത്തിലേക്ക് എടുക്കാൻ പിടിക്കും. ഇപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലിയുടെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി 1 കിലോമീറ്റർ കഷ്ടി എൻട്രൻസിലേക്കുള്ളൂ. അപ്പോൾ ജീപ്പ് അവിടെ വെയിറ്റ് നിർത്തി തന്നു. നമുക്ക് പ്രകൃതിയൊക്കെ ഒന്നുകൂടി ഇറങ്ങി കണ്ടോന്ന് പറഞ്ഞു. അപ്പോൾ നല്ല രസമാണ് അങ്ങനെ നടക്കാനൊക്കെ. ഇനി കഷ്ടി 1 കിലോമീറ്റർ, അത് കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ പക്ഷികളൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയണത്. കിളികളെ ശബ്ദങ്ങൾ കുറേ കേൾക്കുന്നുണ്ട്.
അവിടെ നമ്മൾ എത്തി വന്ന് ജീപ്പാട്ടോ സൈലന്റ് വാലിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ കണ്ട എനിക്കറിയില്ല, എനിക്ക് ഇവിടുത്തെ ഇവിടെ ഒന്നും അറിയില്ല. ഒരു വെള്ള പോലെ എന്താ ചെയ്യുക. ട്രക്കിംഗ് ആവൂലേ? ചായ കുടിക്ക, തണുപ്പ് കൂടിയടാ. അകത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ ചുറ്റി പിടിച്ചിട്ട് തല മാത്രം പുറത്ത് വെച്ചിട്ട് ചില ആളുകളുണ്ട്. ഒരു ദിവസം ഇങ്ങനെ കൈ വെച്ച് പോയത് ഒരു പച്ചിനി പാമ്പ് ഉണ്ടായിരുന്നു, ഇനി തോണ്ടിയിട്ടാ പോണേ. ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് പാമ്പ് പാമ്പ് പറഞ്ഞപ്പോ കൈ വെച്ച് ബുഷ് കത്തിയിട്ടുണ്ട്. കിട്ടില്ല പൂത്ത എന്ത് പൂവാടതൊക്കെ. അവിടെ മാത്രം സൂര്യനുണ്ട്. തൊണ്ട നനച്ചാ മതി ചൂടത്ത്. ആ നമ്മൾ കുടിച്ചില്ല ചായ. ബുഷ് കട്ടിങ് ഉണ്ട്. നീ രസമല്ലേ ഇതൊക്കെ? എന്താ ചെടികളെ കുറച്ച് പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്നും അറിയില്ലല്ലേ. ഇതിനെപ്പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അയ്യോ പോണു. നീ അത് ഓഫീസിട്ട് നടന്ന ഫ്രീ ആയിട്ട് നടന്നാൽ മതി. ഫ്രീ ആയിട്ട് നടന്നാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം. ഫ്രീ ആയിട്ട് നടക്കുക. നമ്മൾ കൂടുതൽ ബലം കൊടുക്കുമ്പോൾ ഇപ്പൊന്നും വേണ്ട. ശതാവരി അതേതാ സാറേ? അത് കദളി, അതിന്റെ ഒരു കദളിപ്പൂവിൻ്റെ കറുവപ്പട്ട. എന്താ മറ്റേ ബിരിയാണി ഇടണേ? നമ്മള് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്നത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഉണ്ടാവും. നിങ്ങൾ ഫോട്ടോ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അവിടെ ആക്കുരത്തിന് മേലെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കടുവ ആനേനെ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നത്. കണ്ടോ? അതിവിടെയാണ് ആ സ്പോട്ട്. ഇവിടെ നമ്മള് ഇതിലാണ് ക്യാമറയ്ക്ക് കെട്ടിച്ച് അതിന്റെ ചിത്രം പകർത്തിയത്. കടുവ ആനേനെ അറ്റാക്ക് ചെയ്ത് 8 ദിവസം കൊണ്ട് അവൻ അതിനെ കഴിച്ചു തീർത്തു. കടുവ ശരിക്ക് കുടിക്കില്ലല്ലോ നമ്മുടെ ആനേനെയൊന്നും അങ്ങനെ കഴുത്തിൽ കടിച്ചു വീഴ്ത്താൻ കഴിയില്ലല്ലോ, അതിനെ കടിച്ചു വീഴ്ത്തും. അല്ല, അവർക്ക് കഴിക്കാൻ കഴിയില്ല എന്നല്ലേ പറയാ, പല്ലിങ്ങനെ പിടിക്കാനല്ലേ. അതാണ് കടുവ കഴിക്കാൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞു. അല്ല, അങ്ങനെ പിടിച്ചു കഴിക്കില്ല. കഴിക്കും. കടുവ കഴിക്കുന്നത് ആദ്യം കാലിന്റെ ഭാഗത്ത് തുടങ്ങുന്നല്ലേ. പുലിയാണെങ്കിൽ വയറാണ് ആദ്യം, സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം തിന്നും. മറ്റേത് ഓരോ കാലിന്റെ ഒരു സൈഡ് നിന്നിട്ടാകുമ്പോൾ കടുവ എന്നിട്ട് വേറെ ഒന്നും ഇത് വന്ന് കഴിക്കില്ല. ഇത് കൂട്ടറൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ ഒന്ന് അഴുകിയതിന് ശേഷം വീണ്ടും അത് തിരിച്ചു വന്നിട്ട് കഴിക്കും. കടുവ കഴിക്കാതിരിക്കാൻ വേണ്ടി അത്ര സ്മെല്ലായിരിക്കും. സ്മെല്ല് മാത്രല്ല അവരുടെ ആണ് എന്നുള്ള ഒരു ക്വാളിറ്റി അതിൽ വെച്ചിരിക്കും. ഇതിന്റെയാണ്, വേറെ ആരും എടുക്കണ്ട എന്നുള്ള മുദ്ര കൊടുത്തിരിക്കും. കടുവ കഴുത്തി കടിക്കല്ലേ ചെയ്യാ? കഴുത്തിൽ അതെ, എല്ലാ ജീവികളെയും കടുത്ത് ആനനെ പറ്റില്ലല്ലോ. ആനേനെയൊന്നും പറ്റില്ല, മനുഷ്യനെ പറ്റില്ല അല്ലേ? നമ്മളെ ഒരു ജീവിക്ക് വീഴ്ത്താൻ 2 അറ്റംപ്റ്റ് വേണം. മറ്റേതൊക്കെ ചാടി കഴുത്തിൽ പിടിക്കവര്, അതോടുകൂടി അത് വീഴ്ത്തും. മനുഷ്യനെ അങ്ങനെ ചാടി കിട്ടില്ല, നമ്മളെ കഴുത്ത് ഇങ്ങനെ നിൽക്കണം, ചാടി പഠിക്കാൻ കിട്ടില്ല. നമ്മളെ പുറകിൽ നിന്ന് കണ്ടു വീഴ്ത്തും. എന്നിട്ട് വേണം കടിക്കാൻ. അപ്പൊ 2 എണ്ണം. അപ്പൊ അവന് അതൊക്കെയാണ് നമ്മളെ പിടിക്കാനുള്ള. കാരണം ആ ഒരു അറ്റംപ്റ്റ് തിരിഞ്ഞാലും നമ്മൾക്ക് അങ്ങനെയുള്ള നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു പടം പടച്ചാലോ അങ്ങനത്തെ ചിന്തിക്കവര്. അതേ സമയം കഴിക്കാൻ റെഡി നിൽക്കല്ലേ. ഒരു 10 ആളുണ്ടെങ്കിൽ 10 ആളും അത് ഒരേപോലെ നിൽക്കല്ലേ. അത് 2 കാലിൽ വരില്ല, മാറിപ്പോവും. എന്താ? ആ അല്ല, അത് നല്ലതാണ്. നമ്മള് പരിസരം ശ്രദ്ധിച്ചു.
അവര് അത് കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ്. അവിടെ ചെന്നെത്തി. ചെറിയ സ്ഥലമാണ്. ഒരു കുട്ടിയുടെ കുമ്പോ പുലി ഇങ്ങനെ വെറുതെ പാട്ടി വന്നു. അപ്പൊ അച്ഛനമ്മ പേടിച്ചു. ഇവിടുത്തെ അച്ഛനെ അമ്മേനെ എടുത്തോണ്ട് വന്നു. പുലി മേടിച്ചിട്ട് പുലിയുടെ മേടിച്ചു പോയി. ഇവര് വെള്ളം വെച്ചപ്പോ തന്നെ പുലി ഇങ്ങോട്ടുണ്ടാവും. വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അവര് മഴ പെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. കാൽപ്പാടം കൂടുതൽ നിൽക്കില്ല. ഒരു വർഷം കാടപ്പിണ്ട്, ആനപ്പിണ്ട്. ആനപ്പിണ്ടല്ലേ ഇത്? ആനപ്പിണ്ടല്ലേ? കണ്ടില്ലേ അവിടെ നമ്മുടെ നാട്ടിൽ ഇത് കണ്ട് കറക്റ്റ് അവര് കഴിച്ച അവർക്ക് ഇതായിണ്ടാവും. ചവിട്ടിയ മുട്ടി വളരെ മഴ പെയ്തുകൊണ്ട് അതിന്റെ മേലെയുള്ളതൊക്കെ പോയി. രോമം മാത്രം അവിടെ. മഴയ്ക്കനുസരിച്ച് ഇപ്പൊ നല്ലൊരു മഴ ഇതിപ്പോ ഫ്രഷ് ആയിട്ട് കാഷ്ടിച്ചു പോയാലും അത് പോയി രോമം മാത്രം അതിന്റെ കഷ്ണം രോമമൊക്കെ അവിടെ കിടക്കും. കടുവയുടെ വഴിയാണിത്. രാത്രിയാവും വരിക. വെള്ള കളർ ചുണ്ണാമ്പ് പോലെ ഉണ്ടാവും. ആനകളാകുമ്പോ ഒന്നും കൂടെ, ആനകൾ പരിസരത്തുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു കുത്തുള്ള മണം വരിക. ഇത് പിണ്ടത്തിന്റെ സ്മെല്ല. ആൾക്കാർ പോയി തിരിച്ചു വന്നു എല്ലാരും. ആ കടുവ കഴിച്ച ജീവിയുടെ കുളമ്പ്, അവർ കഴിച്ച ജീവിയുടെ എല്ലിന്റെ ബാക്കി അവർ കഴിക്കാത്ത സാധനങ്ങൾ ഉണ്ടാവും. ഈ ഒരു കളറായിരിക്കും കാഷ്ടിക്കുമ്പോ. അപ്പൊ അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കളറൊക്കെ പോകും. രോമങ്ങൾ ഉണ്ടാവും. ഒരു മിനിറ്റ് സൗണ്ട് കേട്ടോ. അപ്പൊ ചെടിയാണ്. വാഴേനെ കണ്ടിട്ട് വാഴയാണെങ്കിൽ എന്താ ഇതിനകത്ത് ചക്കക്കുരു പോലെയുള്ള കുരു ഉണ്ടാവും കഴിക്കുന്ന ഫ്രൂട്ട്. നമുക്ക് സാൻഡൽവുഡ് പുറത്തില്ല, അതിൻ്റെ ഒരു പകരക്കാരനാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. അതേ സ്മെല്ലായിരിക്കും കണ്ടൻസിലേക്ക്. ഇത് കമ്പകം എന്ന് പറയുന്നൊരു മരമാണ്. അതും റെയിൽവേ സ്ലീപ്പറിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു കമ്പകം. ഇത് കോഴിവാളെന്ന് പറയുന്ന ഒരു ചെടിയാണ്, ചെടിയാണ്. മുയലിൻ്റെ ഒക്കെ ചെടി പോലെ ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ ജാതിക്ക ചെടി, അതിൻ്റെ ഒരു വൈൽഡ് വെർഷനാണ് അത്. പശുപതി എന്ന് പറയും. ജാതിപത്രി ജാതിക്കൊക്കെ ഉണ്ടാവും.
ഇന്നലെ ഒരു ആന പോയി തോന്നുന്നില്ലേ? ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഇവിടെ വരിക, തിരിച്ചു പോവുക, അതിൻ്റെ കാശ് മേടിക്കുക. കുറച്ച് ആൾക്കാർ ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇന്റർണൽ ഓർഗൻസ് ഒക്കെ നീര് വന്നിട്ട്, അതായത് പ്രകൃതിയിലുള്ള വിഷവാതകങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന ഒരു മരമാണ്. അതുപോലെ തന്നെ ആനവരട്ടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് നമ്മുടെ ചൊറിയണമല്ലേ, ചൊറിയണേന്റെ കുറച്ചുകൂടെ കൂടിയ വെച്ചും സൈഡ് വെച്ചും നമ്മുടെ ശരീരത്തിൽ ഭദ്രാക്ഷമാണ്. രുദ്രാക്ഷം അല്ല, അത് രുദ്രാക്ഷത്തിന്റെ ഒരു വെറൈറ്റി. ഇതെടുക്കാമോ? രുദ്രാക്ഷം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തിനും ഒന്നാണെങ്കിലും ആംബിയൻസ് മാറിയില്ലേ? ഫാമിലി ഇത് നമ്മൾ പിന്നീട് വന്നവരല്ലേ? ആനത്തീറ്റല്ലേ? ഇവിടെ ഒരു പ്ലാന്റ് കണ്ടോ? നമ്മൾ ഇൻസെക്ട് പ്ലാന്റുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? അതിലെ ലെപ്പന്ത്, അത് ഒരുപാട് ഫാമിലി ഉണ്ട്. അതിൽ ലെപ്പന്ത് ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് തണവ് യൂണിഫോമില്ലാന്ന് മാത്രം വേദുണ്ട്. നമ്മൾ സാധാരണ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു ആനേനെ നിങ്ങൾ കണ്ട എന്താ ചെയ്യുക? ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എൻ്റെ അമ്മ വന്ന് നിലവിളിക്കും. രണ്ട് ഇത്രയും പെട്ടെന്ന് ഒന്ന് ഓടാൻ നോക്കും. അപ്പോൾ നമുക്ക് അതിനുള്ളത് അറിയുന്ന ആളുകൾ ഇപ്പം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇതാണ് കേട്ടോ നീരാലെന്ന് പറയുന്ന ആലില്ലേ, ലോകത്തിൽ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു മരമാണ് നീരാലെന്ന് പറയുന്ന മരം. വേൾഡിൽ വേറെ ഏത് ഫോറസ്റ്റ് പോയാലും ഇങ്ങനെയുള്ള മരം കാണില്ല. ഈ മരം കാണില്ല. നീരാല് അതൊരു ആല് വർഗത്തിൽ പെട്ടതാണ്. അരയാല്, പേരാല്, അങ്ങനെയൊക്കെയുള്ള ആലുകളുണ്ടല്ലോ. ഈ ഒരു നീരാല് എന്ന് പറയുന്ന സ്പീഷീസ് ഇതാ ഇവിടെ ഇതാ നിൽക്കണോ? അങ്ങോട്ട് അത്ര റിസ്ക് എടുക്കണ്ട. കണ്ടാവും അതിന്റെ മേലെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണത്തിനെ കണ്ട ആ ഒരു ഗ്രൂപ്പിൽ 35 മുതൽ 50 മെമ്പേഴ്സ് വരെയൊക്കെ ഉണ്ടാവും. അല്ല, ഇത് അത്ര പേടിയില്ല, അതും പോകുന്നില്ല പെട്ടെന്ന്. മറ്റേതാണ് പേടിച്ച് ഓടിക്കുക. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലത്ത് നമ്മൾ അതിനെ പിടിച്ച് രസായനം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിന് പേടിയാണ്. അതിൻ്റെ കണ്ടോ ആ ഗ്രൂപ്പ് കണ്ടോ? മൊത്തം ഉണ്ടാവും, പരിസരത്ത് മൊത്തം അതുണ്ടാവും.
അപ്പോൾ സിംഹവാലൻ കുരങ്ങിനും ഉണ്ട്. വാരി പിടിക്കുമ്പോൾ ഒന്ന് മേലേക്ക് വളച്ചിട്ടില്ലേ യാത്ര അതേപോലെയാണ് ഇവരും കൊച്ചുമാർക്ക് പോലെ നിൽക്കുന്നത്. ഇത് ചെറിയ ശിഖരങ്ങളാണെങ്കിലും അതിന്റെ ശിഖരങ്ങൾ പിടിച്ച് നടന്നു വരുന്നുണ്ട്. മറ്റു പറഞ്ഞ ഈ ഒരു മരത്തിന് അങ്ങോട്ട് ചാടും, നിർത്തിയില്ലാത്ത കേസിൽ മാത്രം ചാടും. അല്ലാതെ ഇപ്പൊ ഇത്ര പോകുന്ന ഒരു ഇതാണെങ്കിലും ഇതിൽ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും, ചാടില്ല. അത് നീലഗിരിയിലാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ നിരത്തി അപ്പുറത്തേക്ക് ആ വണ്ടിയിൽ പിടിക്കുന്നു. നല്ല രസമുണ്ടല്ലേ? ആടെ ഞാൻ കണ്ടുന്നുണ്ട്. ഇത് രസമല്ലേ? കുളിക്കാൻ പറ്റും അവിടെ? വേറെ പാലം പൊട്ടിക്കേ? നീ മുന്നേ വന്നിട്ടാ? പഴയതായിണ്ടാവും. രസമുണ്ടല്ലേ? അയ്യോ, എന്താ വൈബല്ലേ? അവിടെ മൃഗങ്ങള് വരണതാവൂലേ? ഒരു വെള്ളച്ചാട്ടം. നീ വന്നിണ്ടോ മുന്നേ? ആ ഞാനിങ്ങോട്ടോക്കി. അതിന് ഫോട്ടോ എടുക്കണം. അതിന്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ കിട്ടാനില്ല. ഇതിലേക്ക് നടന്നിട്ടൊക്കെ പോകണ്ടല്ലേ? ഞാൻ റിസർച്ചുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവർക്കൊരു ഐഡിയ ഇല്ല ഈ ഒരു പ്ലാനിനെ കുറിച്ച്. അവർക്കറിയില്ല. അവര് ഇത് സാമ്പിൾ എടുത്ത് പോയി വരാൻ കാരണം എന്താണ് ഈ പ്ലാന്റ് എന്നുള്ളതൊന്നും അവരെ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയതാണ്. ഈ ഒരു ഫേണ് പരിണാമം സംഭവിക്കാത്ത ഫേണാണ്. ട്രീ ഫേൺ എന്നാണ് അതിന്റെ പേര്. സസ്യഭോജികളായിട്ടുള്ള ഡൈനോസറുകളൊക്കെ കഴിച്ചിരുന്ന നമുക്ക് ചരിത്രങ്ങളിൽ അറിയാം. അവർ കഴിച്ചിരുന്ന ഫേണാണത്, ട്രീ ഫേൺ. ഇത് കാലക്രമേണ അതിന്റെ വേര് തന്നെ ദ്രവിച്ചു. അപ്പോൾ മണ്ണ് പോയി കണ്ടോ, ദ്രവിച്ചു വരും. ഇപ്പൊ ഇത്രയും മണ്ണിന് ഇവിടെ ഇനി ഇല്ല, സ്ട്രോങ് അല്ല. അത് മേലെ നല്ലൊരു ഫോഴ്സ് വന്നാൽ ഈ ഇടിഞ്ഞു പോരും. അപ്പോൾ മേലെ ഉയരങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള ഗ്രാസുകൾ വൻതോതിൽ വെള്ളം ഒബ്സർവ് ചെയ്യുമ്പോൾ പിടിച്ചിട്ടുള്ള കഴിവില്ല. മരങ്ങളുടെ വേര് ഉള്ളിലൂടെ പോകുമ്പോഴാണ് അത് സ്ട്രോങ് ആവുക. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ അത് സ്ട്രോങ് അല്ല. ഇനി ഒരു ഫോഴ്സ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു വരും. ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്, ചായ മാത്രമുള്ള ബിസ്ക്കറ്റൊക്കെ. ചായ കുടിക്കണുണ്ട്, നല്ല പ്രകൃതി ആസ്വദിച്ച് ചായ കുടിക്കാം. പൊളിയാട്ടാ. കാണുന്നുണ്ടോ ബോർഡുണ്ടല്ലോ? ഇത് നിങ്ങൾക്ക് മാത്രമല്ല, തലമുറകൾക്ക് വേണ്ടി. ഇതിനുള്ള വാച്ച് ടവർ അവിടെ അല്ലേ? ആ കാണുന്നത് അതാണല്ലേ വാച്ച് ടവർ? വാച്ച് ടവർ കയറാണ്ട് ആയിക്കൊള്ളാലോ. രസമുണ്ടല്ലേ കാണാൻ? ടവർ പോലെ ഉണ്ട് അല്ലേ? സൈലന്റ് വാലിയിലെ വാച്ച് ടവറാണ്. ദൈവമേ, ടോപ്പിലേക്ക് കയറി പോണ കിളികളെ കാണാൻ പറ്റുന്ന പറയണു. വാച്ച് ടവറിൻ്റെ മേലെയാണ്. വാച്ച് ടവർ കയറുകയാണ്. വേറെ വൈബ് തന്നെയാണ്, രക്ഷയില്ല, പൊളി. ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് കാണാം.
സൂര്യ അസ്തമിച്ച് തുടങ്ങിയില്ലേ? ഇഞ്ഞോണ്ട് മേലേക്ക് മേലേക്ക് പോവാ. മേലെ 2 ആളുണ്ട്. പല ആളിറങ്ങിയാലേ കയറാൻ പറ്റുള്ളൂ. എളുപ്പല്ല. വാച്ച് ടവറിൻ്റെ ടോപ്പിലേക്ക് കയറുകയാണ്. എത്തി. ടോപ്പാണ് കാണുന്നത്. അടിപൊളിയാട്ടാ, സൂപ്പർ. ഇവിടെ പുഴയല്ലേ കണ്ണ്. ലിഫ്റ്റ് ഇല്ലെങ്കിൽ ഞാനില്ലാന്ന് പറയില്ലേ? അപ്പൊ നമ്മൾ അത്രയും ഉയരത്തിൽ നിൽക്കണം. സ്റ്റെപ്പ് കയറി വന്നു മനസ്സിലായ ലിഫ്റ്റിലേക്ക് നമുക്ക് പോവാന്ന്. പക്ഷെ നമുക്ക് ഇപ്പൊ ആശുപത്രി ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷീണിക്കും 2-3 സ്റ്റെയർ ആവുമ്പോഴേക്കും. ഇത് നമുക്ക് അങ്ങനെ തോന്നില്ല. അതാ പറഞ്ഞ ആ വെന്റിലേഷൻ നമുക്ക് ആ ഒരു എയർ കിട്ടുന്നതിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളത് ലോസാക്കി കളയുന്ന ഈ എനർജി ഇല്ലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ആർക്കെങ്കിലും സ്റ്റെപ്പ് കയറി വന്ന ക്ഷീണപ്പുണ്ടോ? ഇല്ല. അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. വായു കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഗുണം. അടിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കണുണ്ട്, കണ്ടില്ലേ? അയ്യോ, നേരത്തെ പോയ പുഴ. എല്ലാവരും ഇറങ്ങി നല്ല രസം കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മോ, കുട്ടന്നെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ വാച്ച് ടവർ ഇറങ്ങി ഒരു 5:30 മണിയായിട്ടുണ്ടാവും സമയം. ഇനി നൈറ്റ് കാട്ടിക്കൂടെ യാത്ര പോകാൻ പോകുന്നു. 3 നിലയുണ്ട് വാച്ച് ടവർ. കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഒരു ഭംഗി.